നമസ്കാരം. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 ഫെബ്രുവരി മാസം 24-ാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് കുംഭമാസം 12-ാം തീയതിയാണ് തിങ്കളാഴ്ച ദിവസം. ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ഫാൽഗുന മാസം 5-ാം തീയതിയാണ്. സൂര്യോദയ സമയം രാവിലെ 6:41, അസ്തമയ സമയം വൈകുന്നേരം 6:30. ഉദയാൽപരം തിഥി ഏകാദശി തിഥിയാണ്. ഏകാദശി തിഥി തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 1:40 വരെ ഉണ്ടായിരിക്കും. പിന്നീട് ദ്വാദശി തിഥിയാണ് ആരംഭിക്കുക എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ഉദയാൽപരം നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രം ഞായറാഴ്ച വൈകുന്നേരം 6:44 ആരംഭിച്ച് തിങ്കളാഴ്ച വൈകിട്ട് 7 അവസാനിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പൂരാടം നക്ഷത്ര ജാതകരാണ്. പൂരാടം നക്ഷത്രം ആരംഭിക്കുന്ന സമയം ഞായറാഴ്ച വൈകുന്നേരം 6:44, അവസാനിക്കുന്ന സമയം തിങ്കളാഴ്ച രാത്രി 7. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പൂരാടം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തിങ്കളാഴ്ച ദിവസം വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. തിങ്കളാഴ്ച ദിവസത്തെ തിഥി ഉദയാൽപരം തിഥി ഏകാദശി തിഥിയാണ്. ഏകാദശി തിഥി തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 1:40 വരെ ഉണ്ടായിരിക്കും. പിന്നീട് ദ്വാദശി തിഥിയാണ് ആരംഭിക്കുക. അപ്പോൾ തിങ്കളാഴ്ച ദിവസം രാവിലെ 7:40 മുതൽ രാത്രി 7:40 വരെയുള്ള സമയം വ്രതമെടുക്കാൻ അനുയോജ്യമായ സമയമാണ്. വ്രതമെടുക്കുന്നത് മാത്രമല്ല പ്രത്യേകത, അഖണ്ഡനാമം ജപിക്കുവാൻ വളരെ അനുകൂലമായ ഒരു സമയമാണ്. അതായത് ഏകാദശി തിഥിയുടെ അവസാനത്തെ 15 നാഴികയും അതുപോലെ തന്നെ ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും കൂടിച്ചേരുന്ന സമയം അഖണ്ഡനാമ ജപത്തിന് വളരെ അനുകൂലമായ സമയമാണ്. അപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിലും വീട്ടിലിരിക്കുന്നവരാണെങ്കിലും അവർക്ക് മൗനമായിട്ടും ഒക്കെ പ്രാർത്ഥിക്കാവുന്ന ഒരു ദിവസമാണ്. അവർക്കിഷ്ടമുള്ള അവരുമായിട്ട് ഈ അറ്റാച്ച്മെൻ്റുള്ള നാമം ജപിക്കാം. ശബരിമല അയ്യപ്പനെ സ്തുതിച്ചുകൊണ്ടുള്ള നാമം ജപിക്കാം. ഗുരുവായൂരപ്പനെ സ്തുതിച്ചുകൊണ്ടുള്ള നാമം ജപിക്കാം. മഹാദേവനെ സ്തുതിച്ചുകൊണ്ടുള്ള നാമം ജപിക്കാം. ഓ അമ്മേ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അപ്പോൾ എന്നിങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ ഉച്ചരിച്ച് പ്രാർത്ഥിച്ചാൽ വളരെ അനുഗ്രഹം കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിൻ്റേതായ നേട്ടങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാകും. ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിലും വെറുതെ മനസ്സുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചാൽ വളരെ നേട്ടമാണ്. ഈ നാമം ജപിച്ചാൽ വളരെ നേട്ടമാണ്. സ്വാമിയെ ശരണമയ്യപ്പ, അങ്ങനെ അയ്യപ്പനെക്കുറിച്ചുള്ള നല്ല ചിന്തകളൊക്കെ മനസ്സിൽ വരിക, അയ്യപ്പനെ മനസ്സിൽ ധ്യാനിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നേട്ടം ഉണ്ടാകുന്ന ഒരു സമയമാണ് തിങ്കളാഴ്ച ദിവസം രാവിലെ മുതൽ തിങ്കളാഴ്ച രാത്രി 7:40 വരെയുള്ള സമയം. വൈകുന്നേരം ക്ഷേത്ര ദർശനമൊക്കെ നടത്താവുന്നതാണ്. അപ്പോൾ ഈ അഖണ്ഡനാമ പ്രാർത്ഥന കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് ദൈവികമായ ചൈതന്യം, ഈശ്വരാനുഗ്രഹം വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യുക. ദൈവാനുഗ്രഹം വന്നു ചേരും. പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നവരൊക്കെ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ മനസ്സുകൊണ്ട് ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ എങ്ങനെയൊക്കെ 108 പ്രാവശ്യം ചൊല്ലി തീർക്കുക. പല പ്രാവശ്യങ്ങളൊക്കെ സമയമുള്ളവർക്ക് ഒരു ദിവസം പല പ്രാവശ്യം, എത്രയോ പ്രാവശ്യം വേണമെങ്കിലും ചൊല്ലാം. അതിൻ്റേതായ അനുഗ്രഹം ജീവിതത്തിൽ ഉണ്ടാകും. ഏത് പ്രതിസന്ധി വന്നാലും നശിച്ചു പോകാതെ നിലനിർത്തിക്കൊണ്ട് പോകുവാൻ മഹാദേവനൊക്കെ ശ്രമിക്കും. പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ശേഷി തരും. എങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നടന്ന് മരണത്തിലേക്ക് ഒരിക്കലും തള്ളിവിടാതെ, അല്ലെ നാശത്തിലേക്ക് തള്ളിവിടാതെ ഈ ദൈവികമായ ശക്തികൾ ഈ ജാതകരെ എല്ലാവരെയും, പ്രാർത്ഥിക്കുന്ന ഏവരെയും നടത്തും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ വിശ്വാസമുള്ളവരൊക്കെ ചെയ്യുക. ഇനിയും തിങ്കളാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രം ശനിയാഴ്ച രാത്രി 7 വരെ ഉണ്ട്. ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് ചിന്തിക്കാം. അശ്വതി, ഭരണി, പൂരം, ഉത്രം, അനിഴം, ചോതി, മൂലം എന്നീ നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. പൂരാടം നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ കാർത്തിക, മകയിരം, രോഹിണി, തൃക്കേട്ട, വിശാഖം, ചിത്ര എന്നീ നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം. ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവമായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നു. ഇനി ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ശുഭസമയം പറഞ്ഞുതരാം.
തിങ്കളാഴ്ച ദിവസം രാവിലെ 6:41 മുതൽ 8:11 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 11:11 മുതൽ ഉച്ചകഴിഞ്ഞ് 3:41 വരെയുള്ള സമയവും ശുഭസമയമാണ്. ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ചെയ്യുക, ജീവിത വിജയം നേടുക. സംഖ്യാശാസ്ത്രം പറയുന്നു, ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് പറയുന്നത്. തീയതി 24 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 6 വരും. ഏതൊരു മാസത്തെയും 6, 15, 24 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ദിവസമാണ്. പേരിൽ UVW എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ കടുംനീല, കടുംപച്ച, മഞ്ഞ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. പ്രതികൂലങ്ങളൊക്കെ മാറി അനുകൂലമായ അനുഭവങ്ങൾ തന്നെ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ഇനിയും ഈ അധ്യായത്തിൽ കൂടി പറയാൻ ഉള്ള കാര്യം ധനം വരുന്ന നാളുകാരെക്കുറിച്ചാണ്. അതായത് പൂരാട നക്ഷത്രപ്രകാരം തിങ്കളാഴ്ച ദിവസം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് ധനവരം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ധനപരമായ നേട്ടം, ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാർ ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അവിട്ടം, ഉത്രട്ടാതി, ഭരണി, മകയിരം, പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം എന്നീ നാളുകാർക്ക് ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ്. കടം വാങ്ങിച്ചാൽ കൊടുക്കാൻ പറ്റുന്ന ദിവസമാണ്. ധനപരമായ വിഷയങ്ങളിൽ വിജയിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഈ നാളുകാർക്കൊക്കെ ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ഏതൊക്കെ നാളുകാർക്കാണ്? അവിട്ടം, ഉത്രട്ടാതി, ഭരണി, മകയിരം, പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം. അപ്പോൾ ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടം ഉണ്ടാകുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.